ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ? ഇന്ന് ഒരു വെള്ളപ്പത്തിൻ്റെയും മുട്ടക്കറീൻ്റെയും റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാവും, പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ ചിലർക്കൊക്കെ ഇതറിയാത്തതും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പവും മുട്ടക്കറി ഉണ്ടാക്കുന്നത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെള്ളപ്പവും മുട്ടക്കറി ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. നമുക്ക് വൃത്തിയാക്കിയിട്ട് നമ്മൾ നല്ലപോലെ കഴുകി, അപ്പോൾ ഇനി നല്ലപോലെ കഴുകി ഒരു 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് കുതിർക്കാൻ വെക്കണം. കുറച്ച് സമയം, ഒരു 5-6 മണിക്കൂർ കുതിർന്നാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ദാ അരി നല്ലപോലെ കഴുകി ഞാനിവിടെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു രീതിയായി. അപ്പോൾ വെള്ളപ്പത്തിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കഷ്ടി 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് കേട്ടോ, ഇത് ഈസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പെടുത്തു. പിന്നെ കുറച്ച് ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു. പിന്നെ ഒരു 1/2 ടവറ ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂട്ടി നല്ലപോലെ അരച്ചെടുക്കണം. നല്ല മിനുസമായിട്ട് അരച്ചെടുക്കണം വെള്ളപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം വേണമെങ്കിൽ തേങ്ങാവെള്ളം കൂടിയും വേണ്ടവർക്ക് ചേർക്കാം. പക്ഷേ ഈ തേങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല, വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ അതും കൂടി. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലപോലെ അരച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്ക് മാവ് നല്ലപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് രാവിലെ ചുട്ടെടുത്താൽ മതി വെള്ളപ്പം. അപ്പോൾ മാവ് ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ഞാൻ മാവ് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ടില്ലേ? നല്ല പോലെ പൊങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലി മാവൊക്കെ പൊങ്ങി വരുന്ന പോലെ തന്നെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി ചേർത്ത് നമുക്ക് വെള്ളപ്പമൊക്കെ ചുട്ടെടുക്കാം. ആദ്യം തന്നെ മുട്ടക്കറി എങ്ങനെയാണെന്ന് ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട കേടുള്ളതാണോ എന്ന് അറിയാനൊരു മാർഗ്ഗമുണ്ട് കേട്ടോ. അതൊരു ടിപ്പുണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അതിന് കേടില്ല. വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി കിടക്കുകയാണെങ്കിൽ ആ മുട്ട പുഴുങ്ങാൻ പറ്റില്ല, അത് കേടാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു ടിപ്പാണ്, അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതാ വെള്ളം ഒപ്പം വെച്ചിട്ട് ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ മുട്ട പുഴുങ്ങുന്നത്. ഞാൻ എപ്പോഴും കുക്കറിലാണ് പുഴുങ്ങാറ്. പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. നമുക്ക് ഒരുപാട് നേരം അങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ മുട്ടയുടെ മുകളിലേക്കായിട്ട് വെള്ളം വേണം. പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുക. ഉപ്പ് എന്തിനാണെന്ന് വെച്ചാൽ മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ കുക്കറിൽ ഒരു 1-2 മുട്ടയൊക്കെ ചിലപ്പോൾ പൊട്ടിയെന്ന് വരും. പക്ഷേ എങ്കിലും നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഒരു ടിപ്പ് എന്താ വെച്ചാൽ കുക്കറിൻ്റെ ഉള്ളിൽ കറക്റ്റ് പോകുന്നതിന് നമുക്കൊരു ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ആ കറുപ്പുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരൊറ്റ വിസിലടിച്ച് എടുത്തു കേട്ടോ. മുട്ട മാറ്റി വെച്ചു. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതാ ഉള്ളിയെല്ലാം നന്നാക്കി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 6 ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. വലിയ 6 ഉള്ളി, സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം. നീളത്തിൽ വേണമെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയുന്ന പോലെ അങ്ങനെ അരിയാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ ഇങ്ങനെയാണ് അരിഞ്ഞിട്ടുള്ളത്, ചെറുതാക്കി എടുത്ത്. നമുക്ക് വഴറ്റാനൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പം പിന്നെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂട്ടിയാലും മതി, ഇഞ്ചിക്കും പച്ചമുളകിനും വെളുത്തുള്ളിക്കൊക്കെ പകരം. അപ്പോൾ വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി വഴറ്റുമ്പോൾ
കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. ഇനി അതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കുക. നിങ്ങൾ എത്ര ഉള്ളിയാണോ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പിന്നെ ഞങ്ങൾക്ക് 4 പേർക്കുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടി എടുത്തു, ഒരു സ്പൂണ് ചിക്കൻ മസാല എടുത്തു, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടുക. 3/4 ടീസ്പൂണാണ് ഞാൻ എടുത്തത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ എടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. കറിവേപ്പില ആദ്യം ഇടേണ്ടതായിരുന്നു, അത് ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല നമ്മുടെ സ്വന്തം ഗാർഡനിലുണ്ടായ കറിവേപ്പിലയാണ്, നല്ല മണമുള്ള കറിവേപ്പില. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതെല്ലാം നല്ലപോലെ മസാലയുടെ ഒരു പച്ചമണം പോകുന്നത് വരെ അതൊന്ന് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ ഇവിടെ കറിയായിട്ട് ഉണ്ടാക്കണം, റോസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. മുട്ടക്കറിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യം ഉള്ള മസാലകളൊക്കെ പിന്നീട് നിങ്ങൾ ഉപ്പ് അതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ മുട്ടയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മാത്രം കുറച്ചൊരു വിള്ളൽ പോലെ ഉണ്ട്, ബാക്കിയെല്ലാം ഓക്കെ ആയി, നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ട ചൂടോടുകൂടി തോലി കളയരുത്. മുട്ട ഒന്ന് പച്ചവെള്ളത്തിലേക്ക് മാറ്റിയിട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ ചൂട് പോയതിന് ശേഷം തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ തൊലി പെട്ടെന്ന് തന്നെ അടർന്നു പോരും കേട്ടോ. അപ്പോൾ ഇതാ വെള്ളപ്പത്തിൻ്റെ മാവ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നില്ലേ, അത് ഞാൻ തുറന്ന് നോക്കിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് താണിട്ടുണ്ട്. അത് നല്ല പോലെ ഇളക്കി എടുക്കുക കേട്ടോ, വെള്ളപ്പം ചൂടാൻ വേണ്ടിയിട്ട്. ഉപ്പൊക്കെ എല്ലി പാകത്തിന് നോക്കുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ വെള്ളപ്പച്ചട്ടി ഇവിടെ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാ വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എണ്ണയൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ വെള്ളപ്പം നല്ല രീതിക്ക് ചുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ വെള്ളപ്പം കൂടിയും ചുട്ടെടുക്കാം ആവശ്യത്തിനുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെള്ളപ്പം മുട്ടക്കറിയും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ നല്ല മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇന്ന് വെള്ളപ്പമാണ് ഉണ്ടാക്കിയത്, അറിയാലോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.